ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രം ഇന്ന് മെഗാ എപ്പിസോഡാണ്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് 1ൻ്റെ കഥയിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ നമ്മുടെ മഹേഷ് ഈ ആകാശിനോട് ചോദിക്കുകയാണ്, നീ തന്നെയാണ് സുമിതയെ കൊന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അതേടാ നിനക്ക് സംശയമുണ്ട്, ഞാൻ തന്നെയാടാ സുമിതയെ കൊന്നത്, എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെ, എന്നിട്ട് കവറിലാക്കി ഞാൻ അവളെ കൊണ്ടേ പാറമടയെ തള്ളി എന്നും പറയുകയാണ്. നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കടാ. നീ നിൻ്റെ മറ്റേവളില്ലേ പോലീസുകാരി, അവളോട് ചെന്ന് പറ ഈ കേസിൻ്റെ തെളിവുകൾ കൊണ്ടുവരാനായിട്ട്. എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഈ ആകാശിൻ്റെ രോമത്തിൽ പോലും തൊടാനായിട്ട് പറ്റില്ല എന്ന് വരെ ഈ ആകാശ് പറയത് കേട്ടോ. മകേഷിന് കാലി വരികയാണ്. എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, സുമിതയെ കൊന്നത് ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ നിന്റെ മകളെ കൊല്ലാൻ നോക്കിയ ഒരുത്തൻ ഇവിടെയുണ്ട്, നിന്റെ പുന്നാര മോൻ ഹാദി. എന്നിട്ട് അവനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയല്ലോ. നിഷ്പ്രയാസം നീ അവനെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്തു. അവൻ ചെയ്ത കുറ്റമൊക്കെ നീ എന്തുകൊണ്ടാടാ മറച്ചു വെച്ചത്? ഓ, നിന്റെ മോനായതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്റെ മോള് രക്ഷപ്പെട്ടത് കൊണ്ടാ? എടാ, എന്നാലും കൊലപാതക ശ്രമം കൊലപാതകം തന്നെയാടാ. അപ്പോ അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം നീ മറച്ചു വെച്ചു, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി. എടാ, പോലീസുകാർ നിന്റെ മകൻ്റെ റൂമിൽ കയറി ആ കുഞ്ഞിൻ്റെ മുഖത്തടിച്ച സ്പ്രേ ബോട്ടിൽ വരെയും കണ്ടെത്തിയതാണ്. അതിന് നല്ല തെളിവുകളും ഉണ്ട്. എന്നിട്ട് പോലും നീ നിന്റെ മകനെ കുറ്റപ്പെടുത്താതെ തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്തവനല്ലേടാ നീ. എന്നിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നു. ഒരു തെളിവുകളുമില്ലാതെ ഞാനാണ് സുമിയെ കൊന്നതെന്ന് നീ വരുത്തി തീർക്കുന്നു. എടാ, നിന്റെ മകനെ എത്രയും പെട്ടെന്ന് പോയി ജുവനൽ ഹോമിലേക്ക് കൊണ്ട് ആക്കാൻ നോക്കടാ. അതായിരിക്കും നിനക്കും നിന്റെ കുടുംബത്തിന് നല്ലത്. അവനെ കൊലപാതകിയ, അവൻ മഹാപേശകാണ് എന്നൊക്കെ ആദിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആദ്യ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നിട്ട് എടാ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ആദിയുടെ കയ്യിലൊരു കത്തിയുണ്ട്. ഇത് കണ്ട ഇഷിതയും മഹേഷും ഒക്കെ പേടിച്ച് നിൽക്കാം. അങ്ങനെ ആദ്യമാണെങ്കിൽ ആ കത്തിയും കൊണ്ട് നേരെ മുന്നോട്ട് വരികയാണ്. നീ എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുത്താനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നില്ല. കൊച്ചുകുട്ടികൾ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നത് നിയമത്തിന് വിരുദ്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പിന്നീട് ആദിയുടെ മുഖത്ത് അടിച്ച ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അതായത് മഹേഷ് ആദിയുടെ മുഖത്ത് അടിച്ച സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഈ ആകാശാണെങ്കിൽ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് സ്ഥലവും വിടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇരുന്ന് ഭയങ്കര പൊട്ടിക്കരയാണ്. ഡാഡി എന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാ ഡാഡി എന്നെ തടഞ്ഞത്? അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോനെ ആവശ്യമുണ്ട്, മോൻ അങ്ങനെയൊന്നും ചെയ്യണം. നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടാൻ പോയത്? നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എനിക്ക് നിന്നെ ആവശ്യമില്ലേ? ഇവനെ പോലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മോനെ ശരിയാവുന്നത്? നിന്നെ അങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റുമോ? അയാൾ പറഞ്ഞത് കേട്ടില്ല ഡാഡി, അയാളെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് ഡാഡി, അയാളെ ശരിയാക്കണം ഡാഡി. മോനെ, അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. പക്ഷേ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ അനിയത്തിമാർക്ക് ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് എൻ്റെ മോനും എൻ്റെ ഒപ്പം വേണമെന്ന് ഡാഡിക്ക് ആഗ്രഹമില്ലേ? നമുക്ക് ജീവിക്കേണ്ടത് നന്നായിട്ട് തന്നെ. അപ്പോൾ ഡാഡി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. അവനെ ഡാഡി വെറുതെ വിടില്ല. അവൻ നിയമത്തിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് ചാടും. അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റുകൾക്കെല്ലാം ഉറപ്പായിട്ടും അവന് ശിക്ഷ കിട്ടും. അവനെ തകർക്കാൻ വേണ്ടി മോൻ്റെ ജീവിതം കളയേണ്ട കാര്യം ഇല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആദിയെ സമാധാനപ്പെടുത്തുകയാണ് ഇവിടെ മഹേഷ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. അപ്പോൾ രചനയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഭയങ്കരമായിട്ടും ദേഷ്യം കയറി ഒരു ഭദ്രകാളി എന്ന രീതിയിൽ തന്നെയാണ് രചന അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് ആകാശം അങ്ങോട്ട് കയറി വരുന്നത്. മുഖത്തൊക്കെ നിറയെ ചോരയുണ്ട്. അപ്പോൾ ആകാശം അങ്ങോട്ട് കയറി വന്നിട്ട്, രചനേ, അവരെന്നെ വെറുതെ വിട്ടുവന്നേ, ഏതായാലും സുമിയെ കൊന്നത് ഞാനല്ലെന്നൊക്കെ തെളിയിക്കാനായിട്ട് അവർക്ക് പറ്റില്ലല്ലോ, കാരണം അവരുടെ കയ്യിൽ തെളിവില്ലല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും രചനയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. നീ തന്നെയാണ് സുമിതയെ കൊന്നത് എന്ന് പറയാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, നീ തന്നെയാണ് സുമിതയെ കൊന്നത്. അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ? നീ തന്നെ പറഞ്ഞില്ലേടാ ഇപ്പാ, നീയാണ് അവളെ കൊന്നതെന്ന്. നിന്റെ വായ കൊണ്ട് തന്നെ ആ ഒരു സത്യം വീണില്ലേടാ. നീ അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്തിന് അവൾ ഇവിടെ വന്നു എന്തോ ആവശ്യത്തിന് വേണ്ടി. പക്ഷേ ആ സമയത്ത് അവളെ നീ പിടിക്കാനായിട്ട് ശ്രമിച്ചു.
അവള് കീഴടങ്ങി തരുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെ നീ കൊന്നിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി അവളെ നീ പാറമടയെ കൊണ്ട് തള്ളി. ഇതാണ് സംഭവിച്ചത്. ഓഹോ, അത് ശരി. എൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് നീ എനിക്കിട്ടുണ്ടാക്കുവാണോടി മറ്റവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ അവിടെ സംസാരിക്കുകയാണ് നമ്മുടെ ആകാശ്. നീ എന്നോട് കൂടുതൽ സംസാരിക്കാനായിട്ട് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ഭയങ്കര പ്രകടനം. നീ നിർത്തടാ, നിന്റെ അഭ്യാസങ്ങളൊന്നും എൻ്റെ മുന്നിൽ വേണ്ടടാ. ആ മഹേഷിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതും നീ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവിടെ എൻ്റെ മകനെ നീ കുറ്റവാളിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാടാ ആ സ്പ്രേ ബോർഡിൽ എൻ്റെ മോൻ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ കട്ടിലിൻ്റെ അടിയിലേക്ക് വന്നതും അങ്ങനെ പോലീസുകാരത് കണ്ടെത്തിയതും ഒക്കെ നിന്റെ നാടകങ്ങളി തന്നെയാണെന്ന് എനിക്കറിയടാ. എൻ്റെ മോനെ ജുവൽ ഹോമിൽ കൊണ്ട് ഇടണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ആകാശേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? നീ എന്നെ ഒരു കുന്തം ചെയ്യാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ രചനയുടെ കഴുത്തിന് കയറി കുത്തി പിടിച്ചിട്ട് നേരെ ഭിത്തിയിലേട്ടിട്ട് ഇങ്ങനെ വെക്കുകയാണ്. നീ എന്നെ എന്ത് ചെയ്യും? നിനക്ക് എന്നെ കൊടുക്കാനായിട്ട് സാധിക്കുമോ? എങ്കിൽ കൊടുക്കടി, എനിക്കതൊന്ന് കാണാമല്ലോ, നീയും കൂടി അവസാനിക്കൂടി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും രചനയാണെങ്കിൽ ഈ ആകാശിൻ്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് അവനെ തള്ളി താഴെ അങ്ങോട്ട് ഇടുകയാണ്. നീ എന്ത് ചെയ്യൂടാ? എന്നെ കൊല്ലോ? എങ്കിൽ കൊല്ലടാ, എനിക്കതൊന്ന് കാണുമല്ലോ. ദേ സുമിതയെ നീ വശത്താക്കാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ, കൊള്ളാം, നല്ല കാര്യം. എങ്കിൽ നീ ഒരു കാര്യം കൂടി കേട്ടോ. ഈ സുമിതയെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ എൻ്റെ രചനെ? ഈ സുമിതയുടെ സ്വഭാവം എന്തായിരുന്നു നിനക്കറിയാവോ? സുമിതേ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നേച്ചത്. അങ്ങനെ സുമിതയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ ഞാനതിന് വഴങ്ങിക്കൊടുത്തില്ല. എടി, അവൾ ആ കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കിടക്കണമെന്നും ആഗ്രഹിച്ചു കൊണ്ട് വന്നവളെ ഞാൻ എന്തിനാണ് കയറി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ലടി എന്നിങ്ങനെ പറയണം. നീ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാടാ. എനിക്കത് മനസ്സിലായി. ഇനിയും പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് നീ നോക്കണ്ട. നീയാണ് സുമിതയെ കൊന്നെന്ന് ഞാൻ പോലീസുകാരോട് പറയും. അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ? തെളിവുണ്ടാ, ഞാൻ പറയോടാ. എങ്കിലേ അതൊന്ന് കാണണമല്ലോ. നീ പറയടി, എനിക്കതൊന്നും അറിയണമല്ലോ. പക്ഷേ നീ അത് പറയുമ്പോൾ നിന്റെ ഭാഗത്തും കൂടി ഒന്ന് ചിന്തിക്കണം, നീ നല്ലവളായിരുന്നോ എന്ന്. കാരണം നീയും മഹേഷിനെ കൊല്ലാൻ നോക്കിയവളല്ലേടി. നീയും സുമിതയും കൂടി ചേർന്നിട്ടല്ലേ മഹേഷിനെ കൊല്ലാൻ നോക്കിയത്. ലക്ഷ്യം ഇഷിതയാണെങ്കിലും അതവിടെ വിട്ടേര്. പക്ഷേ മഹേഷാണ് ആക്സിഡൻറ്റിൽ പെട്ടത്. നിന്റെ 2 മക്കളുടെ അച്ഛനല്ലേ മഹേഷ്. ആ മഹേഷിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാണ് നീയ. അപ്പോൾ കോടതിയുടെ മുന്നിൽ അതും കൂടി ഞാൻ അങ്ങോട്ട് നിരത്തിക്കഴിഞ്ഞാൽ ഞാനേ മറ്റവനെ വിളിക്കും. അവനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാ സത്യങ്ങളും മണി 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 പോലെ പറയോടി. അപ്പോൾ നിനക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നീ അവിടെ കുറ്റവാളിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ രചനെ. ഏകദേശം ഞാനും നീയൊക്കെ ഓരോ കാറ്റഗറിയിൽപ്പെട്ടവരാണ്, മനസ്സിലായല്ലോ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കാൻ നിൽക്കാതെ പോകാൻ നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഈ ആകാശം അവിടെ നിന്ന് പോവാണ്. രചനയാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കരയാൻ, വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കരയാണ്. അങ്ങനെ നമ്മുടെ ആദിയെ കാണിക്കുകയാണ്. അപ്പോൾ ആദിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക, ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആദിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അമ്മയുടെ കോള്. ആദ്യം ഒന്ന് എടുക്കാനൊന്ന് പേടിച്ചു. എന്നിട്ട് ആദി പതിയൊന്ന് ഫോൺ എടുത്തിട്ട് ചെവിയിലോട്ട് ഒന്നും മിണ്ടാതെ ചെവിയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ രചന ചോദിക്കണം, മോനെ നീ എന്തൊന്നും മിണ്ടാത്തത് മമ്മിയോട്? അപ്പോഴേക്കുമാണ് ആദിക്ക് സമാധാനമായത്. ഓഹോ, അപ്പം മമ്മി മരിച്ചിട്ടില്ല അല്ലേ, ജീവനോടെയുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചേ എൻ്റെ ഫോണിലേക്ക് മമ്മിയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അയാളില്ലേ ആകാശ് മേനൻ, അയാളാണ് മമ്മിയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് നേരം ഞാൻ മിണ്ടാതിരുന്നത്. മമ്മി ഇനിയെങ്കിലും അയാളുടെ സ്വഭാവം മമ്മിക്ക് മനസ്സിലാക്കാനായിട്ട് പാടില്ലേ? മോനെ എനിക്ക് മനസ്സിലായി മോനെ, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി. അയാൾ ദുഷ്ടനാ മോനെ, അയാളാണ് സുമിതയെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി മോനെ. അയാളാണ് സുമിതയെ കൊന്ന് പാറമടയിലേക്ക് എറിഞ്ഞ് തള്ളിയത്.
പിന്നെ മഹേഷിൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് അവൻ തന്നെയാണ്. എന്നിട്ട് മോൻ്റെ പേരിലേക്ക് ആ കുറ്റങ്ങൾ മുഴുവനും ചുമത്തണം, മോനെ ജുവൽ ഹോമിലേക്ക് ആക്കണം. അതിനുവേണ്ടിയാ അയാൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാ മമ്മി അവിടത്തെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്? അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനായിട്ട് പാടില്ലേ മമ്മി? മോനെ, മമ്മി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇനിയും മമ്മിക്കൊരു മടങ്ങിപ്പോക്കലില്ല മോനെ. ഈ മമ്മി ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തു. ആ തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം മമ്മിക്ക് ചെയ്തേ മതിയാവുള്ളൂ. ആകാശ് മേനോൻ എന്താണ്, അവൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. മോൻ്റെ ദേഹത്ത് തൊടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല മോനെ. മമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മമ്മിക്ക് ഇപ്പം സത്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ദയവ് ചെയ്ത് മമ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോ. അതിനുശേഷം ഞാനും മമ്മിയോടൊപ്പം കൂടെ വരാം. നമുക്ക് എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കാം മമ്മി. മമ്മി ഇറങ്ങി വാ മമ്മി എന്നിങ്ങനെ പറയുമ്പോൾ മോനെ, ഇത്രയൊക്കെ പാവങ്ങൾ ചെയ്തു കൂട്ടിയ മമ്മിയെ എൻ്റെ മോൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ മമ്മിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. പക്ഷേ മമ്മിയോടൊപ്പം മോൻ വരണ്ട. മോൻ വന്നു കഴിഞ്ഞാൽ മോൻ്റെ ജീവിതം പാഴായി പോകും. മോൻ ഡാഡിയോടൊപ്പം തന്നെ നിന്നാൽ മതി. നിങ്ങൾ രണ്ടുപേരും, മമ്മിയുടെ 2 മക്കളും ഡാഡിയോടൊപ്പം തന്നെ. കാരണം ഡാഡിയോടൊപ്പം ജീവിച്ചാൽ മാത്രമേ നിങ്ങൾ നല്ല നിലയിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ മമ്മിയോടൊപ്പം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു നിലയിലേക്ക് എത്താൻ പോകുന്നില്ല. മമ്മിക്ക് ചില കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട് മോനെ. ഇനി ഒരിക്കലും മമ്മിയോടൊപ്പം വരണമെന്ന് മോനെ ആഗ്രഹിക്കരുത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. അപ്പം ആദ്യം ഇങ്ങനെ ചോദിക്കണം, മമ്മി എന്താ ഉദ്ദേശം? മമ്മി എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോൻ പേടിക്കണ്ട. മോൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും മമ്മി ചെയ്യില്ല. മമ്മി ഏതായാലും ജീവൻ എടുക്കാനായിട്ട് പോകുന്നില്ല മോനെ. ജീവൻ ഒടുക്കില്ല മമ്മി. രചന ആത്മഹത്യ ചെയ്തു എന്ന് നാട്ടുകാരും പറയാനായിട്ട് പോകുന്നില്ല. മമ്മിക്ക് ജീവിക്കണം. അത് ജീവിക്കാനുള്ള കൊതി കൊണ്ടോ അല്ലെങ്കിൽ മരിക്കാനുള്ള ഭയം കൊണ്ടോ അല്ല. പക്ഷേ മമ്മി ഇത്രയും കാലങ്ങൾ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളില്ലേ, അതെല്ലാം ഈ ജന്മത്തിൽ തന്നെ അവസാനിക്കണം. എന്നിട്ട് വേണം മമ്മിക്ക് ഈ ലോകം വിട്ടു പോകാനായിട്ട്. അടുത്ത ജന്മം ആകുമ്പോൾ മമ്മിയുടെ ജീവിതത്തിൽ ഒരു പാപങ്ങളും ഉണ്ടാകാൻ പാടില്ല മോനെ. പിന്നെ മഹേഷിനെ അടുത്ത ജന്മത്തിനെങ്കിലും ഒരിക്കൽ കൂടിയെങ്കിലും എനിക്ക് ഭർത്താവായി കിട്ടണം. എൻ്റെ മക്കളെയും എനിക്ക് കൂടെ വേണം. സന്തോഷത്തോടുള്ള ജീവിതം മമ്മി ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് രചന അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ രചനയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദിയുടെ ചങ്ക് പൊടിയുന്നത് പോലെ തോന്നിയത്. ആദിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പം മഹേഷ് നേരെ ആ സെക്യൂരിറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറോ എന്നും പറഞ്ഞുകൊണ്ട്. അതെ, താനിവിടെ ചാരപ്പണി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണോടോ ചോദിച്ചപ്പോഴേക്കും എന്താ സാറേ? അല്ല, എൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സാറിൻ്റെ മോളെ കൊല്ലാന്നൊക്കെ. നിർത്തിടോ, താൻ എന്താണോ പറഞ്ഞു വരുന്നത്? എൻ്റെ മോനെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞാൽ, അയ്യോ സാറേ, ഞാനല്ലല്ലോ സാറേ അനാവശ്യങ്ങൾ പറഞ്ഞത്. പോലീസുകാരാണല്ലോ സാറിൻ്റെ മോൻ്റെ കട്ടിൻ്റെ അടിയിൽ നിന്ന് ആ സ്പ്രേ ബോട്ടിൽ കണ്ടെത്തിയത്. അതെനിക്ക് പോലീസുകാർ കാണിക്കുകയും ചെയ്തു. എടോ, അത് തന്നെ കാണിച്ചു. പക്ഷേ അതെല്ലാം കള്ളക്കേസായിരുന്നു. പക്ഷേ എൻ്റെ എൻ്റെ വീട്ടിൽ ആരോ അതിക്രമിച്ചു കയറിയിട്ടുണ്ട് സാർ. ആര് കയറാനും സാർ? അങ്ങനെ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ സാറിൻ്റെ വീട്ടിലേക്ക്? എപ്പോഴും ആ വീട്ടിൽ ആൾക്കാരുള്ളതല്ലേ സാർ? അപ്പം പിന്നെ എങ്ങനെയാണ് സാർ ആ വീടിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കയറുന്നത്? സാറേ, സാറ് ചുമ്മാ അതും പറഞ്ഞു കൂട്ടണ്ട. എടോ, താൻ ആദ്യമേ ആ CCTV ക്യാമറ ഒന്ന് കാണിക്കേ. രാവിലെ 10 മണി മുതലുള്ള ഷോർട്ടേജ് കാണിച്ചാൽ മതി. അന്നേരത്തെ സംഭവങ്ങളാണ് എനിക്കറിയേണ്ടത്. ഇത് കേട്ട് ഇയാളൊന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താടോ താനെന്താ ഒന്ന് കാണിക്കാനായിട്ട് മടിച്ചിരിക്കുന്നത് സാർ? 10 മണിക്ക് ശേഷമുള്ള ഷോർട്ടേജ് CCTV ക്യാമറയുടെ ഇല്ല സാർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതില്ല? താൻ എവിടെ പോയിരിക്കുമായിരുന്നടോ? അല്ലെങ്കിൽ താൻ ആർക്ക് വേണ്ടിയാണോ ആ CCTV ക്യാമറ ഓഫ് ആക്കിയത്? സാർ, ഞാൻ പുറത്തേക്കൊന്ന് പോയിരിക്കുമായിരുന്നു. എന്നിട്ട് താനിതെല്ലാം ഓഫ് ആക്കിയിട്ട് താൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയല്ലേ? താൻ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഈ ചാരപ്പണി ചെയ്തത്? സാർ, എന്നെ ഇങ്ങനെ കൂടുതൽ ഭീഷണിപ്പെടുത്താനായിട്ട് നോക്കണ്ട സാർ. സാറ് പറഞ്ഞതൊക്കെ ശരിയാ തന്നെയാണ്. പക്ഷേ CCTV ക്യാമറ അന്വേഷിച്ച് പോലീസിനൊരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാറാൻ പോകുന്നത് സാറ് തന്നെയായിരിക്കും. താൻ എന്താണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും വ്യക്തമായിട്ട് പറയാം. ഞാനിവിടെ ചില തിരിമറിവുകളൊക്കെ കാണിക്കാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ ക്യാമറ ഓഫ് ചെയ്ത് കൊടുക്കാറുമുണ്ട്, അവർക്കൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി. പക്ഷേ അന്ന് ഞാൻ
ക്യാമറ ഓഫ് ആക്കാനായിട്ട് മറന്നുപോയി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഞാൻ ക്യാമറ ഓഫാക്കിയെന്ന് വിചാരിച്ച് ചില പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോൾ ക്യാമറ ഓൺ ആയിരിക്കുന്ന സീനാണ് കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ടെൻഷൻ അടിച്ചേ. ടെൻഷൻ ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ ഓഫായിരിക്കുന്നു. അപ്പോൾ ഇത് ആരാണ് ഓഫാക്കിയതെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ബാക്കൗട്ട് അടിച്ചു ക്യാമറ. അപ്പം ബാക്കൗട്ട് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ക്യാമറ ഓഫാക്കിയതേ വേറെ ആരുമല്ല, അയാളുടെ പേര് കേട്ടാൽ സാറും ഒന്ന് ഞെട്ടും സാറേ. അത് ആരാണെന്നറിയാമോ? സാറിൻ്റെ പെങ്ങള് എന്നിങ്ങനെ പറയുമ്പോൾ മഹേഷ് ഒന്ന് ഞെട്ടുകയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. ഇനി പാർട്ട് 2 അടുത്തത് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ആശംസ, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.